എല്ലാ ദുരന്തങ്ങളും മനുഷ്യർക്ക് വരുത്തിവെക്കുന്നത് തീരാ നഷ്ടങ്ങളാണ്. പിറവത്ത് മൂവാറ്റുപുഴയാറ്റിൽ ഒഴുക്കിൽപ്പെട്ടുണ്ടായ ദുരന്തത്തിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട കുന്നശ്ശേരി വാവേ എന്ന 12-കാരിയുടെ വേർപാടും തീരാ നഷ്ടമാണ് ബന്ധപ്പെട്ടവർക്ക് വരുത്തിവെച്ചത്. വാവേ എന്ന് വിളിക്കുന്ന എലിസബത്തിൻ്റെ ചേതനയേറ്റ ശരീരം സ്വന്തം സ്കൂളായ SKPSയിൽ പൊതുദർശനത്തിൽ കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. SKPSന്റെ കണ്ണീർ പുഷ്പം ഒരുപാട് ചിരികൾ സമ്മാനിച്ച്, ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിച്ച്, ഒടുവിൽ ഒരുപാട് വേദനകൾ മാത്രം ബാക്കി വെച്ച് ആ കുഞ്ഞു ചിത്രശലഭം നമ്മെ വിട്ടുതന്നിരിക്കുന്നു. എലിസബത്ത്, നിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ നിന്നെ വിദ്യാലയം തേങ്ങുകയാണ്. നിനക്കൊപ്പം കളിച്ചിരികൾ പങ്കിട്ട നിന്റെ കൂട്ടുകാർ വേർപാടിന് കനലുകൾ പേരി നിനക്കായി പ്രാർത്ഥനകളാൽ ആത്മശാന്തി നേരുകയാണ്. എലിസബത്ത്, നീ ദൈവത്തിന് എത്രയും പ്രിയ മാലാഖയാകുന്നു. അതിനാൽ അവർ ദൈവികതയുടെ മഹനീയതയിലേക്ക് നമ്മുടെ എലിസബത്ത് യാത്രയാകുമ്പോൾ അവർക്കായി ആദരാഞ്ജലികൾ നേരുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പൽ ഫ്രാൻസിസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉൾക്കൊള്ളുവാനുള്ള ബന്ധപ്പാടാണ് നമ്മുടെ പ്രിയപ്പെട്ട എലിസബത്ത് വളരെ ആകസ്മികമായ ഒരു ചുറ്റുപാടിൽ നമ്മളെ വേർപിരിഞ്ഞു പോകുന്ന ഈ നിമിഷം കുടുംബത്തെ സംബന്ധിച്ച് എലിസബത്ത് എന്നും ഏറെ പ്രതീക്ഷകളുടെ, ഏറെ സ്വപ്നങ്ങളുടെ ഒരു വളരെ പ്രതീക്ഷയോടെ നോക്കിയിട്ടുണ്ട് കുട്ടിയായിരുന്നു. അപ്രതീക്ഷിതമായ ഈ വേർപാട് SKPS കുടുംബത്തിന് താങ്ങാവുന്നതിലധികമാണ്. ഈ അവസരത്തിൽ സെന്റ് കുര്യാക്കോസ് സ്കൂൾ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ ദുഃഖാതരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ അനുശോചനം അറിയിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. പരമേശ്വരൻ അവർക്ക് ആവശ്യമായ ശക്തി നൽകി ഈ ദുഃഖത്തെ അതിജീവിച്ച് മുന്നേറുവാൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇവിടെ ഒരുമിച്ച് എലിസബത്തിൻ്റെ ക്ലാസ് ടീച്ചർ
ദൈവത്തിൽ നിന്നും ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ് ആദ്യം വിളിക്കുന്നത്. അതുപോലെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മകളായിരുന്നു എലിസബത്ത്. എലിസബത്തിന്റെ ആത്മാവിന് വിശ്രമം ലഭിക്കും. സ്കൂൾ ഹെഡ് ഗേൾ വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചു. Is no more with us. She had been a well-known face to each and every member of our school, a good dancer, and above all, a very good friend to us. She was an all-rounder in our academics and all the co-curricular activities of the school. So for the whole family to bear this great loss. Thank you. ഞങ്ങളുടെ മക്കളിൽ ഒന്നിനെ ഇന്ന് നഷ്ടമായിരിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് ഞങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കും. കുടുംബാംഗങ്ങളുടെ തീരാനഷ്ടം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ. ഒരു ചുരുങ്ങിയ കാലയളവിൽ എലിസബത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിവേഗം പൂർത്തിയാക്കി ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവരെയും തന്നെ സ്നേഹിച്ചിട്ടുള്ളവർക്കും സമാനമായി സ്നേഹം മാത്രം പകർന്നേക്കി ഈ ലോകത്തിൽ നിന്നും എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന ആത്മബോധത്തോടുകൂടി അതിവേഗം കടന്നുപോയ എലിസബത്ത് മോളുടെ ആത്മാവിന് നിത്യശാന്തി. ഞാനായിട്ടുള്ള അവസാനത്തെ യാത്ര വഴി എസ്കെപിഎസ് കുടുംബത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരും അധ്യാപകരും അനധ്യാപകരും കൂട്ടുകാരും മാതാപിതാക്കന്മാരും ചേർന്ന് നിനക്കൊരുക്കുന്ന കണ്ണീരിൽ കുതിർന്ന യാത്ര വഴി ഒരു കുളിർക്കാറ്റ് പോലെയായിരുന്നു ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്റെ സാന്നിധ്യവും സൗഹൃദവും. കുസൃതി നിറഞ്ഞ നിന്റെ കണ്ണുകളും നിഷ്കളങ്കമായ പുഞ്ചിരിയും വിനയപൂർവമായ പെരുമാറ്റവും ഈ ഓഡിറ്റോറിയത്തിൽ എന്നും നിറഞ്ഞു നിന്നിരുന്ന നിന്റെ ചടുലമായ നൃത്തച്ചുവടുകളും സാന്ദ്രമായ സംഗീതവും ഇന്ന് ഒരോർമ്മയായിരിക്കുന്നു. അപ്രതീക്ഷിതമായ വേർപാടിൻ്റെ വേദനയിൽ വിതുമ്പി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോളെ, നിനക്ക് വിട പറയുവാൻ വാക്കുകൾ പോരാ, നിന്നെ പറഞ്ഞു വിടുവാൻ മനസ്സും പോരാ. ഓരോ സന്ദർശനത്തിനും ഒടുവിൽ ഒരു മടക്കയാത്രയുണ്ട് എന്നത് പരമമായ സത്യം. ഇത് നിന്റെ സമയം, ഇത് നിനക്കുള്ള മടക്കയാത്രാ നേരം. ഞങ്ങൾക്ക് ആവോളം സ്നേഹം നൽകി, അതിലേറെ സന്തോഷം നൽകി സ്വർഗത്തിലേക്ക്, നിന്റെ സ്വന്തം ഭവനത്തിലേക്ക് നീ യാത്രയാകുന്നു. നന്ദി. ഹ്രസ്വമെങ്കിലും ഹൃദ്യമായ നിന്റെ സന്ദർശനത്തിന്
ഈ വിദ്യാലയ വരാന്തകളിലെ സൗമ്യമായ നിന്റെ സഹവാസത്തിന്, നിന്റെ സംവാദങ്ങൾക്ക്, ക്ലാസ് മുറികളിലെ നിന്റെ സ്നേഹ സൗഹൃദങ്ങൾക്ക് നന്ദി. ഈ മലമുകളിൽ നാം ഒരുമിച്ച് ഒരു സ്നേഹ കുടുംബം തീർത്തു. ഈ സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് കാവലാവുക. കുറെ നാളത്തേക്കെങ്കിലും ഒരു മാലാഖയുടെ വിശുദ്ധ സാമീപ്യമായി നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പരമപിതാവായ ദൈവത്തിനും നന്ദി. യും ജീവിതം ഹ്രസ്വമാണെന്ന്, നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന്, മറ്റുള്ളവർക്ക് നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കണമെന്ന്, നിന്റെ ഓർമ്മകൾ കൂടുതൽ നന്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാകട്ടെ. ഞാൻ പ്രവർത്തിക്കും നാളിൽ അണയുമ്പോൾ കരുണയോടെ നല്ല ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിരവധിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
പരിശുദ്ധം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദിവസത്തിനെ വിളിക്കുകയും നിന്റെ നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോട് കൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ചിലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കേട്ടതാ